അല്ല, അപ്പച്ചിയും ചിറ്റപ്പനെ എന്ത് ഭാവിച്ചോണ്ടാ? നിങ്ങൾ എന്റെ കല്യാണം എന്നേലും നടക്കണമെന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഇത് ഒരു കാലത്ത് നടക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? മനസ്സിലാകത്തോണ്ടാ എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? ചിറ്റപ്പന് ഇവിടെ തന്നെ നിൽക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞേ. എന്നിട്ടോ ചാരുന്റെ അടുത്ത് പോയി വഴക്കിട്ടിട്ട് വന്നേക്കുന്നു. ദേ, അവളെ അറിയാലോ, എന്നെ സ്വീകരിച്ചിരുത്താൻ ചാരു വേണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. അങ്ങനെ ചിറ്റപ്പൻ പറഞ്ഞാ പേടിച്ചനുസരിക്കുന്നതാണോ ചാരു? ആണോ? ചിറ്റപ്പന്റെ കാര്യം പോട്ടെ, എത്ര നാണം കെട്ടാലും തന്നെ അതൊന്നും ബാധിക്കത്തില്ലെന്ന രീതി പെരുമാറാൻ ചിറ്റപ്പൻ അറിയാം. എനിക്ക് മനസ്സിലാകാത്തത് അപ്പച്ചി എന്തിനാ പോയത്? ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങേരകത്തോട്ട് കേറി പോയപ്പോ ഞാനൊന്ന് തിരക്കിപ്പോയി, അത്രേ ഉള്ളൂ. ഇങ്ങേര് ചെന്നാലേ അവൾ ഒരു വിലയും കൽപ്പിക്കത്തില്ല, കണ്ണു പൊട്ടുന്ന ചീത്ത പറയത്തുള്ളൂ. ഇത്രയെങ്കിലും അടക്കി നിർത്തുന്നതേ എന്റെ നാക്ക. പിന്നെ നീ ഹൽദിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തിരിക്കുന്ന ഉടുപ്പ് തന്നെയാണോ അവൾ ഇട്ടേക്കുന്നതെന്നൊന്ന് നോക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. അത് പിന്നെ ഞാൻ കൊടുത്ത ഡ്രസ് ചാരു ധരിക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ചാരുവിനെ ഞാൻ മനസ്സിലാക്കിയ പോലെ എത്ര കാലം കൂടെ കഴിഞ്ഞിട്ടും നിങ്ങൾക്കറിയില്ല എന്ന് ഓർക്കുമ്പോഴാ. എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഡ്രസ്സിന്റെ കാര്യത്തെ അനുസരിച്ചില്ലെങ്കിൽ അടുത്ത സ്വർണം 50 പവനല്ലേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. കല്യാണത്തിനുള്ള പട്ടുസാരിയും മാറി ഉടുക്കാനുള്ള പുടവേ നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ? ഇല്ലേ? കെട്ടാനുള്ള താലി പോലും കയ്യിലുണ്ട്. ഇനി അതിലൊന്നും അവള് വീഴുന്നില്ലെങ്കിൽ അടുത്ത നമ്പർ എടുക്കണം. അതേത് നമ്പർ? അരവിന്ദനെ നമ്മൾ ഇവിടുന്ന് മാറ്റുന്നതിനുൾപ്പെടെ പല രീതിയിൽ 4 ചുവരിൽ നിന്ന് പ്രഷർ കൊടുത്ത് ചാരുവിനെ എന്റെ മുന്നിൽ താലി കെട്ടാൻ സമ്മതമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. അതല്ലേ നല്ലത്? അതിന് പല വഴി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് അവരെ വെറുപ്പിക്കുന്നത്. ഈ ചിറ്റപ്പനാണെങ്കിൽ ഒരു കാര്യമില്ലാതെ ചാരുവിനെ അങ്ങോട്ട് നിന്ന് പ്രകോപിപ്പിച്ചത്. അപ്പച്ചി പിന്നെ ചിറ്റപ്പനെ പിന്തിരിപ്പിക്കാൻ ചെന്നാണെന്നെങ്കിൽ പറയാം. ഓ, പിന്നെ പിന്തിരിപ്പിക്കാൻ ഞാൻ ചാരുവിന്റെ അടുത്ത് ആദ്യമായിട്ടൊന്നല്ല വഴക്കിടുന്നത്. അന്നേരം ആ മുറിയിൽ ചാരു മാത്രമേ ഉള്ളൂ. പിന്നെ കല്യാണി അവളുടെ അല്ലേ സന്തതി. അവള് വന്ന് ചാരുവിനെ സപ്പോർട്ട് ചെയ്തു. എവള് ചെയ്തോ? ക്ലേമയുമായി നേരിട്ട് ഫൈറ്റ് ചെയ്തില്ലേ? അതും ഇവിടെ ചന്ത ഭാഷ. ഹേമത്തള്ള വിടുവോ? പൊരിഞ്ഞ വഴക്കായി. വഴക്ക് കൊഴുക്കും മുമ്പ് ഞാൻ സ്ഥലം കാര്യാക്കി. ഞാനും കാണാൻ പോയത് ചാരുവിനെ തന്നെയാ. അപ്പോഴല്ലേ ഹേമ വന്ന് ഇടങ്കോലിട്ടത്. നീ ആരാടി എന്റെ വീട്ടിൽ കയറാനെന്നും പറഞ്ഞ് ചീറിക്കൊണ്ടങ്ങ് വന്നതല്ലേ, ഞാൻ വിടുവോ? അല്ല, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആ രീതിക്ക് അങ്ങ് കൊടുത്തു. ബാബുക്കുട്ടനെ കാട്ടി എന്ത് യോഗ്യതയാ നിന്റെ മൂത്ത മോനുള്ളതെന്ന് ചോദിച്ചതാ അവക്കങ്ങ് കേറിക്കൊണ്ടത്. ഞാൻ പറയുന്നത് ശരിയല്ലയോ? ദേ, അവനെ കണ്ടു കഴിഞ്ഞാൽ തന്ത ബാലമാഷിന്റെ തന്തയാണെന്നല്ലേ പറയത്തുള്ളൂ. ബാബുക്കുട്ടനെ കുറിച്ച് ഞാൻ പൊക്കി പറയുന്നവർക്ക് പിടിച്ചില്ല. അവൻ കള്ളനല്ലേ, തെമ്മാടിയല്ലേ, അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനല്ലേ, 2 പെൺപിള്ളേരുള്ള വീടല്ലേ. ബാബുക്കുട്ടന്റെ ആൾക്കാർ തന്നെയല്ലേ ചാരുവിനെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ പറഞ്ഞപ്പോ ഉള്ളത് പറയാലോ, എന്റെ കൺട്രോള് പോയി. അതുകൊണ്ട് സംഭവിച്ചെന്താ? നിങ്ങളോട് നല്ല ഭാഷയല്ല ഞാൻ പറഞ്ഞത്. ആ ഹേമത്തള്ളയെ നമ്മുടെ പക്ഷത്തേക്ക് അടുപ്പിച്ചു. അരവിന്ദനെ മുഹൂർത്ത സമയത്ത് മാറ്റാവുന്ന വരെ അവരിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഒരു വിധത്തിൽ എല്ലാം കൂടെ കരക്കടിപ്പിച്ചുള്ള വള്ളം നിങ്ങൾ രണ്ടുപേരും കൂടെ നടുക്കടലിൽ കൊണ്ടുപോയി മുക്കിയത്. ദയവ് ചെയ്ത് ഹേമയായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ വീട്ടിലുള്ള സകല കുഞ്ഞുങ്ങളും, കുഞ്ഞുകുട്ടി പരാധീനടക്കം ഞാൻ ചാരുവിനെ കിട്ടുന്നത് എതിർക്കുന്നവരാ അല്ലേ? അത് നിങ്ങൾക്കും അറിയാലോ. ആകെ ഒരു സപ്പോർട്ട് ഉള്ളത് ആ തള്ള മാത്രമാ. കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാ സ്വയം ഒഴിഞ്ഞു പൊക്കൊള്ളാന്ന് അവനും ആ അരവിന്ദനും പറഞ്ഞിട്ടുള്ളതാ. ഇനിയെങ്കിലും കാര്യങ്ങളൊന്നും മറക്കരുത്, കൊളവാക്കരുത്. മകളെ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചുണ്ണാമ്പിട്ട് കണ്ണി കുത്തിയാ പോലും ഞാൻ കമാന്ന് മിണ്ടത്തില്ല. പോരെ? അതല്ല, ഞാൻ ഇനിയിപ്പോ ചാരുവിനോട് മാപ്പ് പറയണമെങ്കിൽ അതിനും റെഡി. അയ്യടാ, അതിനും റെഡിയാണ് പോലും. ഈ പറയുന്നതല്ലാതെ ശരിക്കും നിങ്ങൾ അവളുടെ തന്ത തന്നെയാണോ? ബാബുക്കുട്ടാ, പണ്ടേ ഇങ്ങേര് വിചാരിച്ച അവളെ നിലയ്ക്ക് നിർത്തായിരുന്നു. ഇത് അവളൊന്ന് കണ്ണുരുട്ടിയ പിന്നെ മിണ്ടാട്ടമില്ല. എന്റെ പൊന്നു ബാബുക്കുട്ടാ, കണ്ണു എഴുതി ചുണ്ടി ചായവും പൂശി അവള് ആ ഹേമ ചൊറിഞ്ഞ വർത്താനവും പറഞ്ഞോണ്ട് വന്നപ്പോ എന്റെ കയ്യിന്ന് പോയി. എന്നാലും എന്റെ ബാബുക്കുട്ടാ, നീ പറഞ്ഞാ പോരും അവളോട് ഇനി മാപ്പ് പറയാൻ എന്നെ കിട്ടത്തില്ല. അത് പിന്നെ ഹേമയുടെ മുന്നിൽ വെച്ച് മുതുമുതുക്കൻ എന്ന് പറഞ്ഞപ്പോ അവന്റെ തള്ളക്കല്ലേ കൊണ്ടത്. അവക്ക് കൊള്ളാൻ വേണ്ടി തന്നെയാ ഞാൻ പറഞ്ഞത്. ഇനി മാപ്പൊന്നും പറയണ്ട. പക്ഷെ അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു പരിപാടി
നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്.